അങ്ങനെ പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന ടാസ്കിലേക്ക് 4 പേരെ വീട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസാണ്, 10 വോട്ട്. അതിനുശേഷം ഷൈത്തയാണ് 9 വോട്ട്. മൂന്നാമത് ഗസേൽ 8 വോട്ട്. 4-ാം സ്ഥാനത്ത് 7 വോട്ടുമായിട്ട് 2 പേരുണ്ടായിരുന്നു. അതായത് നമ്മുടെ റെനയും അതുപോലെ തന്നെ നമ്മുടെ ബിൻസിയും. പിന്നീടുള്ള ആ ഒരു 2 പേർ ഈക്വൽ ആയതുകൊണ്ട് പിന്നീട് ആര് പോകണമെന്ന തീരുമാനത്തിൽ ബിൻസിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ബിൻസി, ഷാനവാസ്, നമ്മുടെ ശൈത്യ, അതുപോലെ തന്നെ നമ്മുടെ ഗസേൽ, ഇങ്ങനെ 4 പേര്. അങ്ങനെ 3 സ്ത്രീയും ഷാനവാസ് മാത്രമായിട്ടൊരു പുരുഷനും. അപ്പോൾ ഷാനവാസ് പറയുന്നു, എന്നാൽ ഞാൻ പിന്നെ നടുക്ക് കിടക്കാമെന്ന്. കാര്യം ബാക്കി 3 സ്ത്രീകളാണല്ലോ. പിന്നീട് പറയുന്നത് അത് ഇവർ ആരും ഓടിപ്പോകാതിരിക്കാനാണ്. എന്തായാലും ഭയങ്കര ഫണ്ണായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ടാസ്ക് പോകാൻ പോകുന്നത് അറിയത്തില്ല. ഇനി ആർക്കാണ് ഇവരെല്ലാം ചേർന്ന് പണി കൊടുക്കാൻ പോകുന്നത് അറിയത്തില്ല. കാര്യം ഈ 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് ചേർന്ന് ആരെങ്കിലും പുറത്താക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഹെൽപ്പോട് കൂടി ഒരാളെ പുറത്താക്കാം. എന്താകും നടത്തില്ല. ഈ 4 ദിവസം ഇപ്പം ഇന്നിപ്പോൾ ബുധനാഴ്ച ആയുള്ളൂ. നാളെയും മറ്റന്നാളും ഒക്കെ ഉറങ്ങാതിരിക്കണം ഇവർ. വെള്ളിയാഴ്ച ഇതിനൊരു തീരുമാനമാകത്തുള്ളൂ. ആരെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയാൽ കട്ടിലെടുത്തുകൊണ്ട് വന്ന് ഈ റെഡ് സോണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, അവർ പുറത്തേക്ക് പോകേണ്ടി വരും. മാത്രമല്ല ഇപ്പോഴേ പലരും പല പ്ലാനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാളെ പുറത്താക്കണം എന്ന രീതിയിൽ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരെയായിരിക്കും പുറത്താക്കാൻ ചാൻസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.